UGC മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഇടത് അധ്യാപക സംഘടനാ പ്രതിനിധികൾക്ക് സ്ഥാനക്കയറ്റം നൽകി കുസാറ്റ് സർവകലാശാല. 50-ലധികം അനധികൃത നിയമനങ്ങളും നടന്നു. വൈസ് ചാൻസലർക്കും ചാൻസലറായ ഗവർണർക്കും പരാതി നൽകിയിരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ സംരക്ഷണ സമിതി. ജനം എക്സ്ക്ലൂസീവ്. കോടികളുടെ അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നടന്നത്. ഇടതനുകൂല അധ്യാപക സംഘടനയിലെ പ്രതിനിധികൾക്ക് വഴിവിട്ട ആനുകൂല്യങ്ങളാണ് സിൻഡിക്കേറ്റും യൂണിവേഴ്സിറ്റി അധികൃതരും ചെയ്തു നൽകിയത്. കേവലം 6 മാസം മാത്രം കുസാറ്റിൽ അസോസിയേറ്റ് പ്രൊഫസറായി ജോലി ചെയ്ത ഹിന്ദി അധ്യാപികയ്ക്ക് മാനദണ്ഡങ്ങൾ ലംഘിച്ച് പ്രൊഫസർഷിപ്പ് നൽകി. പ്രൊഫസർഷിപ്പിനുള്ള UGC റെഗുലേഷൻ ചട്ടങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് അധ്യാപികയ്ക്ക് അനധികൃത സ്ഥാനക്കയറ്റം നൽകിയത്. ഇത്തരത്തിൽ 1/2 ഡസനോളം അധ്യാപകർക്ക് സ്ഥാനക്കയറ്റം നൽകിയിട്ടുണ്ട്. UGC റെഗുലേഷൻ 2018 സെക്ഷൻ 10 മറികടന്ന് 50ഓളം നിയമനങ്ങളും നടന്നു. സംഭവത്തിൽ ഉന്നത വിദ്യാഭ്യാസ സംരക്ഷണ സമിതി ജോയിന്റ് കൺവീനർ അരുൺ മോഹൻ സർവകലാശാല ചാൻസലറായ ഗവർണർക്കും VC-ക്കും പരാതി നൽകി. കുസാറ്റിൽ അനധികൃത നിയമനങ്ങളും അനധികൃത പ്രമോഷനും തുടർക്കഥയായിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാർ സംവിധാനങ്ങളെ മുഴുവൻ നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് സിൻഡിക്കേറ്റും ഇടതുപക്ഷ അധ്യാപക സംഘടനകളും കൂടി ചേർന്ന് നടത്തുന്ന ഈ വലിയ ഗൂഢാലോചന കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടും നടപടികൾ ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നിടത്ത് അവിടെ തീർച്ചയായിട്ടും ഒരു ഗൂഢാലോചന നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അഴിമതിയും ക്രമക്കേടുകളും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ ചൂണ്ടിക്കാട്ടിയിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. 15 സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിൽ UGC നോമിനിയുള്ള ഒരേയൊരു യൂണിവേഴ്സിറ്റി കുസാറ്റാണ്. നിയമവിരുദ്ധ സ്ഥാനക്കയറ്റങ്ങളിലൂടെയും നിയമനങ്ങളിലൂടെയും UGCക്ക് കോടികളുടെ നഷ്ടമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിയമനങ്ങൾക്ക് വേണ്ടി സർവകലാശാല അധികൃതരോ സിൻഡിക്കേറ്റ് അംഗങ്ങളോ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും ഉന്നത വിദ്യാഭ്യാസ സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലെ മാറി മാറി വന്ന ഇടത് വലത് സർക്കാരുകൾ ഈ അഴിമതിക്ക് കൂട്ടപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോകുൽ രമേശ്, ജനം, പത്തനംതിട്ട.